ഹായ് ചെങ്കളെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെയാണ് ഒരു ഗോതമ്പ് റവേൻ്റെ ഉപ്മാവ് ഉണ്ടാക്കാന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിളാണ്, കുക്കറിലാണ്. ഇത് പ്രത്യേകം ബാച്ചിലറൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്നൊരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ് കേട്ടോ. ഇതാദ്യം ഉപ്മാവിൻ്റെ റവ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. വറക്കാൻ പറഞ്ഞാൽ നല്ല വറക്കണ്ട, അത്യാവശ്യം ചൂടാണ്. തണുത്ത റവയാണ്, അത്യാവശ്യം ചൂടായാലേ റവ നല്ലോണം വിട്ട് ഉലർന്ന് കിട്ടുള്ളൂ. ഇനി നമ്മൾ റവ അളവെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാട്ടോ റവ അളവെടുക്കേണ്ടത്. ഇതൊരു 2.5 ഗ്ലാസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഒഴിക്കേണ്ട വെള്ളം 5 ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിനാണ് എടുത്തത്, അപ്പോൾ ഈ ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞാൻ കുക്കർ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ കേട്ടോ, മില്ലിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയാണ്. ലേശം കടുക് പൊട്ടിക്കുക. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമ്മൾ ലേശം ഉഴുന്നും പരിപ്പ് ബോളും ഇടുക, പരിപ്പായിട്ടുള്ളതും ഇടാം. എന്നിട്ട് വറ്റൽമുളക്, ഇഞ്ചി ഇട്ട്, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. കറിവേപ്പിലൊക്കെ ഒന്ന് മരിയാനേ. എന്നിട്ട് ക്യാരറ്റ്, ഉള്ളി ഇട്ടിട്ട് ഒന്നും കൂടി ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സാക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. നല്ല മിക്സാക്കി കൊടുക്കണേ. മിക്സാക്കി കൊടുക്കാൻ തന്നെ ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കുകയാണ്. പിന്നെ നമ്മൾ 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 5 ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലുള്ള പോലെ ഉണ്ടാവും, പക്ഷേ റവയ്ക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഇത്. നല്ല തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പൊന്ന് നോക്കാം, ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് റവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കുക്കറിൻ്റെ മൂടി തിളയ്ക്കുമ്പോൾ കുക്കറിൻ്റെ മൂടി വെക്കുക. 2 വിസിലടുപ്പിച്ചാൽ നമ്മളെ ഉപ്മാവ് റെഡി കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് ബാച്ചിലറായി താമസിക്കുന്നവർക്ക് ഒരു കുക്കർ മതി നിങ്ങൾക്ക് ഉപ്മാവൊക്കെ ഉണ്ടാക്കാനേ. നല്ല ഹെൽത്തി ഉപ്മാവാണ്. ഗോതമ്പ് റവേൻ്റെ ഉപ്മാവായതിനെ കൊണ്ട് നല്ല ഹെൽത്തിയാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയണം, എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എത്രയോ ചെറിയ ചാനലുകളെ വലുതാക്കിയ നിങ്ങളാണ്. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. എന്നാൽ എല്ലാവരും ട്രൈ ചെയ്യണേ. ഈ ഉപ്മാവ് അടിപൊളി ഹെൽത്തി ഉപ്മാവാണ്. ഓക്കെ, ബായ്.